ഹായ് ഹലോ. ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. സാധാരണ പകൽ സമയത്തൊക്കെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സാധാരണ ഞായറാഴ്ചയാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക, ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി അങ്ങനെ. അല്ലെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, മുന്നിൽ തന്നെ സൈക്കിളിൽ ഒരാൾ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരും. പിന്നെ ഫ്രൂട്ട്സും കൊണ്ട് വേറൊരു ചേച്ചി വരും, അവരോടൊക്കെ വാങ്ങിക്കും. അല്ലെങ്കിൽ ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് ഞായറാഴ്ചയാണ്. അന്നാകുമ്പോൾ ഇവിടെ കുറച്ച് ഇവർക്ക് സമയം ഉണ്ടാവും പുറത്ത് പോയിട്ട് വാങ്ങിക്കാനായിട്ട്, മീനും കാര്യങ്ങളൊക്കെ വാങ്ങാം. അല്ലാത്തത് എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റ് ഉണ്ടെങ്കിലും വ്യാഴവും ഞായറുമാണ് ഈ ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഞായറാഴ്ച ചന്ത, വ്യാഴാഴ്ച ചന്ത എന്നൊക്കെ പറയും പോലെ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഒരുപാട് ഇരുട്ടുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു വീടൊക്കെ കാണാം ഇതിൽ. അപ്പോൾ ഒന്നുമില്ല, പ്രത്യേകിച്ച് എനിക്ക് ഒരു സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിന് ബ്ലൗസ് എടുക്കണം, പിന്നെ കുറച്ച് പച്ചക്കറികൾ വാങ്ങണം, കുറച്ച് അരി വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വാങ്ങാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സാധാരണ പോകുന്നൊരു കുഞ്ഞു ചായക്കട ഉണ്ടായിരുന്നു, ഇതായിരുന്നു അത്. അവിടെ നിന്ന് ഒരു ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് പോയതായിരുന്നു. അത്യാവശ്യം നല്ല ചായയാണ് അവിടെ രാവിലെ എൻ്റെ മുന്നിലുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ ചായക്കാരനെ കാണാൻ പറ്റും. 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് അവിടെ തുടങ്ങും. ഇപ്പോൾ തണുപ്പായപ്പോൾ അത്ര വേഗം തുടങ്ങില്ല. അപ്പോൾ പക്ഷേ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ വന്നത് കുറച്ച് ബേക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു കുഞ്ഞു കടയാണ്, പക്ഷേ ഇവിടുന്നാണ് ഏകദേശം സ്ഥലങ്ങളിലേക്കൊക്കെ ബേക്കറിയൊക്കെ കൊണ്ടുപോകുന്നത്. അത്യാവശ്യം നല്ല ബിസ്ക്കറ്റും കാര്യങ്ങളും. ഞങ്ങൾ കൂടുതലും ഇങ്ങനെ ബേക്കറി കഴിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ലെങ്കിലും ഇവിടുന്ന് ഇടയ്ക്കൊക്കെ വാങ്ങിക്കും. വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാത്രം, ഇതിനായിട്ട് വരുന്നതല്ല, എന്നാലും ഇവിടുന്ന് വാങ്ങിക്കും. ഈ നംകിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ്, നംകിന് കാര്യങ്ങൾ, ലഡു, ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് കൊണ്ടുവരുന്നത് ഞങ്ങൾ അടുത്തുള്ള ഷോപ്പിൽ ഇതിലും വിലയിലാണ് അവർ വിൽക്കുന്നത്. അതങ്ങനെയാണല്ലോ, നമ്മളൊരു സ്ഥലത്തുനിന്ന് വാങ്ങി വേറെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവരുടേതായ ലാഭം എടുത്തിട്ടാണല്ലോ വിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നിലക്കടല, പീനട്ട് ഉണ്ടല്ലോ, അത് വാങ്ങാമെന്ന് വെച്ച്. നമ്മുടെ നാട്ടിൽ എല്ലാ സീസണിലും എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് എല്ലാ സീസണിലും കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ നോർത്തിലും ഇങ്ങോട്ടേക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ സീസണിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളല്ല ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പായത് കാരണം തന്നെ നല്ല നിലക്കടല നല്ല വിലക്കുറവിൽ കിട്ടും, ചൂടോടെ കിട്ടും. അപ്പോൾ കുറച്ചത് വാങ്ങിച്ചു. നമ്മളതിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ കുറച്ച് പാടാണെങ്കിലും കഴിച്ചാൽ നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഏകദേശം സ്ഥലത്ത് ഇങ്ങനെ ഓരോ മുക്കിലും മൂലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവും ആൾക്കാർ. അവിടുന്ന് കുറച്ച് തോടോടുകൂടി ഉള്ളതും അല്ലാത്തതും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ചിക്കി വാങ്ങിച്ചു, നമ്മളെ കടല മിഠായി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 1-2 വെറൈറ്റി വാങ്ങിച്ചു. എല്ലാം കുറേയൊന്നുമല്ല, കുറച്ച് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ എനിക്കിവിടെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ആകാശത്തിൻ്റെ കളറൊന്ന് നോക്കിയാൽ. ഫോണിൽ അത്രത്തോളം കളർ കിട്ടിയിട്ടില്ല, പക്ഷേ ഭയങ്കര ഭംഗിയാണ് ഇവിടുത്തെ വൈകുന്നേരം ഈ ആകാശമൊക്കെ കാണുമ്പോൾ. എന്തൊക്കെ കളറാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ഒരു സൂപ്പർ കളറാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നതിന് ശേഷം ഞങ്ങൾ മെയിനായിട്ടുള്ള കാര്യത്തിന് പോയി. അവിടെ നിന്നൊരു മോമോസൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയത്. എൻ്റെ അമ്മ ഒരു 10-20 വർഷം മുന്നേ 20 വർഷം മുന്നേ മുതലേ അമ്മ റെഡിമെയ്ഡ് ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു കൽക്കട്ട ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവർ കൽക്കട്ടക്കാരാണ്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിന്നാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ അമ്മ അങ്ങനത്തെ ബ്ലൗസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഈ ബ്ലൗസ് നോക്കിക്കുക, ഇതിൻ്റെ ബ്ലൗസിൻ്റെ ബാക്കിലുള്ള ഡിസൈനാണ് അത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ റെഡിമെയ്ഡ് ബ്ലൗസ് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ സാരി മസ്റ്റാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കുറേ സാരികൾ കൊണ്ടുവന്നു. ഡെലിവറിയൊക്കെ കഴിഞ്ഞത് കൊണ്ട് ബ്ലൗസൊന്നും ഇപ്പോൾ പറ്റാത്തത് കാരണം ഞാൻ എല്ലാത്തിനും പുതിയ ബ്ലൗസ് ഇപ്പോൾ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. വളരെ വില കുറവാണ്, പലതരം ഡിസൈനുകളാണ് കിട്ടുന്നത്. എന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് അരിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അരിക്കടയിലേക്ക് പോയി. പലതരത്തിൽ നമ്മൾ നാട്ടിൽ കിട്ടുന്ന രീതിക്കുള്ള എല്ലാ അരികളും ഇവിടുന്ന് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോയി. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മട്ടർ കിട്ടും ഇവിടെ, നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പച്ചയായിട്ടുള്ളത് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചു. അങ്ങനെ കുറച്ച് അത്യാവശ്യം നല്ല പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. പിന്നെ അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് ഞങ്ങൾക്ക് കിട്ടി. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ, ഇതുവരെ കഴിച്ചിട്ടില്ല.
അത് കാരണം ഞങ്ങളത് കുറച്ച് വാങ്ങിച്ചു. ഈ പാനിഫൽ എന്നൊക്കെയാണ് അതിൻ്റെ പേര്, സിംഗാര എന്നാണ് ഇവർ പറഞ്ഞു തന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. ഈ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് ചിലപ്പോൾ കഴിക്കാനും തോന്നില്ല. അത്രയും ഒരു ചെളി കിട്ടിയ വെള്ളത്തിൽ നിന്നൊക്കെയാണ് അവർ പറിച്ചെടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റുണ്ട്. നമ്മളൊരു പച്ച കരിക്കൊക്കെ, തെങ്ങിൻ്റെയൊക്കെ കരിക്കൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ്. എനിക്കിതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ഏതോ ഒരു ഡോഗിൻ്റെ ഒക്കെ ഫേസ് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എന്തോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഓരോ സീസണിലും ഓരോ സംഭവങ്ങൾ കിട്ടുമല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ തിരിച്ചെത്തിയതിന് ശേഷം, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയതിന് ശേഷം വീട്ടിൽ നിന്ന് വന്നോടെ നമ്മളത് കഴിച്ച് നോക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നോക്കി. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ, വാങ്ങിക്കാനുള്ള സാധനങ്ങളൊക്കെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ച് പോന്നു. എന്നതിന് ശേഷം വീട്ടിലെത്തിയപ്പോൾ തന്നെ കഴിച്ച് നോക്കിയതാണ്. ഒരുപാട് മധുരമില്ല, ഒരുപാട് മധുരക്കുറവുമല്ല. എന്നാൽ എനിക്ക് തോന്നിയത് നമ്മൾ ഈ തെങ്ങിൻ്റെ എന്താ പറയുക, തെങ്ങിൻ്റെ ഉള്ളിലൊരു കരിക്ക് കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. മക്കൾക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അവരത് മുഴുവൻ കഴിച്ച്, കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അഥവാ ടേസ്റ്റ് നന്നില്ലെങ്കിൽ എന്താ പറയുക, വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നതിന് ശേഷമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പച്ചക്കറികളൊക്കെ തരംതിരിച്ച് വെക്കലും, ഈ മട്ടർ തൊലി കളഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ എളുപ്പമായിരിക്കും. അതിന് പിന്നെ എൻ്റെ മക്കൾ ഭയങ്കര എന്താ പറയുക, അവർക്ക് ഭയങ്കര ഇഷ്ടമാണത്, അത് തൊലി പൊളിച്ചെടുക്കുന്നത്. ഋഷിക്ക് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അവനും ചെയ്യണമായിരിക്കും. അപ്പോൾ അവന് സൈഡൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ അവനും ചെയ്തോളും. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ ശരിയാക്കി വെച്ച് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.